തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മോഹിനി. മലയാളത്തിലും തമിഴിലുമായി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങളിൽ അഭിനയിച്ച മോഹിനിയുടെ ഗസൽ, സൈന്യം, ഈ പുഴയും കടന്ന്, പഞ്ചാബി ഹൗസ് തുടങ്ങിയ ചിത്രങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തതാണ്. വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന മോഹിനി ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ആ വിവാഹത്തിന് മുമ്പ് സിനിമയിൽ തിളങ്ങി നിൽക്കെ മനസ്സിൽ മുട്ടിട്ടെങ്കിലും പറയാതെ അറിയാതെ പൊലിഞ്ഞുപോയ ഒരു പ്രണയത്തിന്റെ കഥയാണ് മോഹിനി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് മറ്റാരോടുമായിരുന്നില്ല, സംഗീത സംവിധായകൻ AR റഹ്മാൻ എന്ന ദിലീപിനോടുള്ളതായിരുന്നു. അന്ന് റഹ്മാൻ ആയിരുന്നില്ല അദ്ദേഹം, ദിലീപ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതത്തോടായിരുന്നു ആദ്യം മോഹിനിക്ക് കമ്പം. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണാൻ ഒരവസരം ലഭിച്ചത്. മലേഷ്യയിൽ വെച്ചായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ഷോയ്ക്ക് അവതാരകയായിട്ടായിരുന്നു അന്ന് മോഹിനി പ്രത്യക്ഷപ്പെട്ടത്. കണ്ണും മനസ്സും നിറയെ അദ്ദേഹത്തോടുള്ള ആരാധനയുമായിട്ടായിരുന്നു മോഹിനി അന്ന് ആ വേദിയിൽ നിന്നത്. അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. ഏകദേശം 40,000-ഓളം പേർ പങ്കെടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു അത്. ഷോ കഴിഞ്ഞ് എല്ലാവരും വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചപ്പോൾ 25ഓളം കലാകാരന്മാരാണ് ഒപ്പമുണ്ടായിരുന്നത്. അപ്പോൾ റഹ്മാനും അവിടേക്കെത്തി. അദ്ദേഹം ആരോടും അധികം സംസാരിച്ചിരുന്നില്ല. നേരെ മോഹിനിയുടെ അടുത്തേക്ക് വന്നാണ് ഹലോ എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എല്ലാ കലാകാരന്മാരും മോഹിനിയെ തിരിഞ്ഞു നോക്കി. അദ്ദേഹം ഹലോ പറയുകയും ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിഞ്ഞു പോവുകയും ചെയ്തു. അതായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. അദ്ദേഹത്തിന് ബിരിയാണി ഇഷ്ടമാണെന്നറിഞ്ഞ് പലതരത്തിലുള്ള ബിരിയാണികൾ വരെ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു മോഹിനി. എന്നാൽ പെട്ടെന്നൊരു നാളാണ് അദ്ദേഹം മുസ്ലിമായി മതം മാറിയെന്നറിഞ്ഞത്. വലിയ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു ആ സംഭവം. അന്ന് ഹിന്ദുവായിരുന്ന മോഹിനി തൻ്റെ പ്രണയം വീട്ടിൽ പോലും പറയാൻ ഒരുങ്ങി നിൽക്കവെയാണ് അദ്ദേഹത്തിൻ്റെ മതം മാറ്റം ഉണ്ടായത്. വീട്ടുകാരും പൂർണ്ണ സമ്മതത്തോടെ ഒപ്പം നിൽക്കുമായിരുന്ന പ്രണയം കൂടിയായിരുന്നു അത്. എന്നാൽ അകാലത്തിൽ അത് പൊലിഞ്ഞുപോയി. പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹവും ഉണ്ടായത്. അതിനുശേഷം 4 വർഷത്തോളം കഴിഞ്ഞാണ് മോഹിനി വിവാഹിതയായത്. തമിഴ്, മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായി നിരവധി മികച്ച ചിത്രങ്ങളിലാണ് മോഹിനി അഭിനയിച്ചിട്ടുള്ളത്. തമിഴിൽ 1987 പുറത്തിറങ്ങിയ കൊട്ടുപ്പു ഉൾമുക്കൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് 91 പുറത്തിറങ്ങിയ മരമസ്ത റോജാവേ എന്ന ചിത്രം അവർക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു. പിന്നീട് ചിന്ന മരുമകൾ, ഉടപ്പു ബിരപ്പു, കൺമണി, സമീൻ കോട്ട തുടങ്ങിയ നിരവധി വിജയകരമായ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. 1999 അമേരിക്കയിലുള്ള എഞ്ചിനീയറായ ഭരത് കൃഷ്ണയാണ് അവർ വിവാഹം കഴിച്ചത്. പിന്നീട് അവർ വിദേശത്ത് സ്ഥിരതാമസമാക്കി. ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. മോഹിനി അവസാനമായി അഭിനയിച്ചത് കളക്ടർ എന്ന ചിത്രത്തിലാണ്. 2006 നടി കുടുംബത്തോടൊപ്പം ക്രിസ്തുമതം സ്വീകരിച്ചത്. പിന്നീട് മോഹിനി സിനിമാ മേഖല വിട്ട് മെഗാ സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച മോഹിനി ക്രിസ്ത്യൻ പ്രസംഗകയായി മാറുകയും മതപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. ബ്രാഹ്മണ യുവതിയായിരുന്നു മോഹിനി. ക്രിസ്തുമതം സ്വീകരിച്ചത് അപ്പോൾ നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമായത് ക്രിസ്തുമതം ആയതുകൊണ്ടാണെന്നും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.